ഹലോ ഗായ്സ്, വീണ്ടും ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട്. ഇന്ന് ഞങ്ങൾ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോവുകയാണേ. ഞാനും എൻ്റെ മോളും മോനും. കാര്യം എന്താണെന്ന് വെച്ചാൽ മാമൻ വരുന്ന ദിവസമാണ്. മാമൻ എന്ന് പറയുമ്പോൾ അവിടെ മാമൻ എൻ്റെ ആങ്ങള കപ്പലിലാണ് വർക്ക് ചെയ്യുന്നത്. 4 മാസത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എത്തുക ഇന്ന്. അന്നേരം അതിന് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ ഒരുക്കമാണ് ഈ കാണുന്നതൊക്കെ. എൻ്റെ മോക്കാണെങ്കിൽ ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉടുപ്പിടുന്നതും പൊട്ട് വെക്കുന്നതും പിരുവ എഴുതുന്നതും ഇപ്പം ഈ കാണുന്ന വള ഇടുന്നതുണ്ടോ, കാത്തിരിക്കുമോ ഒരുങ്ങാൻ. അങ്ങനെ വളയൊക്കെ ഇട്ട് കൊടുത്ത് മോൻ സ്കൂളിൽ പോയേക്കുവാ, വന്നിട്ടില്ല. ഒരു 4:30 ആവും വരാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകും. വീടെന്ന് പറയുമ്പോൾ ഒത്തിരി ദൂരമൊന്നും അല്ല കേട്ടോ, തൊട്ടടുത്താണ് വീട്. ഒരു 10 മിനിറ്റ് നടന്നാൽ മതി. പിന്നെ അച്ഛനിങ്ങോട്ട് വരും ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ. അതായത് ഞങ്ങളങ്ങോട്ട് പോവും. അങ്ങനെ കൊച്ചു മാലയൊക്കെ ഇട്ട് സുന്ദരിയായിരിക്കുക, മാമനെ കാണാൻ കാത്ത്. അതിൻ്റെ ഇടയ്ക്കൊന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. ഉറങ്ങി എണീറ്റ് ഞാനിപ്പോൾ പിരിവം വരച്ച് കൊടുക്കുക. വൈകുന്നേരമായി ഗായ്സ്. അവൾ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ജോലിയൊക്കെ ഒതുക്കി. നേരത്തെ പിരിവ് എഴുതാനൊക്കെ ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ ഇരുന്ന് തരും. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന് ഒരുങ്ങുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പം മുടി കെട്ടി, മുഖം കഴുകി ആ ഒരു രീതിയായിരുന്നു. പൊട്ട് വെച്ച് തരാൻ കാണിക്കുന്നുണ്ടോ, പൊട്ട് കുത്തിത്താന്ന് പറയുക. അങ്ങനെ പൊട്ട് വിട്ട് ഇനി സൈഡിൽ ചെള്ളലൊരു കുത്തിടാൻ പറയും. ചെള്ളലും കുത്തിട്ട് കുഞ്ഞ് സുന്ദരിയായി. കണ്ണും കൂടെ എഴുതി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഒരുക്കം കഴിഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ അപ്പൂപ്പനും എത്തി. ഇപ്പോൾ ദാ അപ്പൂപ്പനും കൊച്ചുമോളും കൂടെ നടന്നു പോകുന്ന കണ്ടോ. പോവാ മാമനെ കാണാൻ. മാമനാണെങ്കിൽ കാത്തിരിക്കുമോ ഇവളെ കടിച്ച് പറിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞ് അവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് കയറി. ഇനിയിപ്പോൾ രാത്രി 1 മണിയാവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോഴത്തേനും മോൾ ഉറങ്ങും. കുറച്ച് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ പൂവിൻ്റെ വീഡിയോ ഒക്കെ പിടിച്ച് പോവാ ഞാൻ. അങ്ങനെ ആ കാണുന്നതാ വീട്. ദാ പോന്ന് അപ്പൂപ്പനും കൊച്ചുമോളും കൂടെ. മോൻ നേരത്തെ അങ്ങ് വീട്ടിലെത്തി. ഓടിപ്പോന്നുണ്ട് ആങ്ങളെ കണ്ടുകൊണ്ട്. ചേട്ടനെ കണ്ടാൽ പിന്നെ വേറെ ആരും വേണ്ട അവക്ക്. അങ്ങനെ നമ്മൾ വീടെത്തിയിരിക്കുന്നു ഗായ്സ്. തേജസ് എന്നാ വീട്ടുപേര്. ഇത് നമ്മുടെ കൊച്ചൊരു പൂന്തോട്ടം. ടെറസിൻ്റെ മേളിൽ നല്ല കൃഷിയുണ്ട് കേട്ടോ. പച്ചമുളകും പേരയ്ക്കയും നാരങ്ങയും ഓറഞ്ചും മുന്തിരിയും ഒക്കെ ഉണ്ട്. കിളിച്ച് വരുന്നതേ ഉള്ളൂ. ഒരു ദിവസം നമുക്ക് അതിൻ്റെ വീഡിയോ ഇടാം. ഇതാ സിറ്റ് ഔട്ട്. അമ്മ ഭയങ്കര പണിയില്ല. മോൻ വരുമല്ലയോ. അടുക്കളയിലെങ്ങോ ഉണ്ട്. ഇവിടെ വിളക്ക് കത്തിക്കുന്നത്. കുഞ്ഞു കണ്ണൻ കണ്ടോ. വീടിൻ്റെ അകത്തോട്ട് കയറുവാന്നേ ഗായ്സ്. കണ്ടോ, ഇതാ വീട്. എല്ലാം അടുക്കി പറക്കി വെച്ചേക്കുക. ഇനി എൻ്റെ മോൾ ഇതെല്ലാം കുളവാക്കും. അമ്മയ്ക്ക് ഇരട്ടി പണിയാണ്. ദാണ്ട അമ്മ ജോലിയെല്ലാം കഴിഞ്ഞ് കുഴഞ്ഞിരിക്കുക. ഇത് വാങ്ങിച്ചപ്പോഴേ വീടും വസ്തുവും കൂടെ ഉള്ളതായിരുന്നു നമ്മൾ വാങ്ങിച്ചത്. വീടിന് ഇച്ചിരി പഴക്കമുണ്ട്. ഇതൊന്ന് റിനോവേറ്റ് ചെയ്തെടുക്കണമെന്നാണ് ആങ്ങളയുടെ പ്ലാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഇനി ആങ്ങള വന്നിട്ട് അടുത്ത വീഡിയോ പിടിക്കാം. അതുവരെ ബൈ.